Tantri Akiraman Kalidasan Bhattathiripad was born in 1963 in Tiruvalla. Now he has the charge of 800 temples in and out of Kerala. He is the chairman of Kerala Yogaksema Sabha for the 9th consecutive year. He is the patron of Aluva Tantra Vidyapitham, Kshama Charitable Society and Tripadam Charitable Society. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെക്കൂട്ടുള്ള ആൾക്കാരെ ആരാധിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് തിരുമേനി, വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി. ഞാൻ കണ്ട ഒരുപാട് പുരോഹിതന്മാരിൽ അത്യപൂർവത ദർശിക്കാനിടയായ ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ ഒരു സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ ഏതാണ്ട് ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ തന്നെ പറയുന്ന ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രകൃതിയുടെ ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള സമയത്ത് ഉണർന്ന് അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾക്ക് ശേഷം സമർപ്പണത്തോടുള്ള പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്ന ഈ വലിയ തിരുമേനി ഞങ്ങളെക്കൂട്ടുള്ള പുരോഹിതന്മാർക്ക് എന്നും മാതൃകയും ആവേശവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ചിന്തകൾ, വികസനങ്ങൾ മനുഷ്യനെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളൊരാശങ്ക. നമ്മുടെ ജന്മത്തിൽ ഒരു അമ്മയുടെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണുന്ന ഒരു സിമ്പൽ, ഇപ്പോൾ പൊക്കിൾ മുറിച്ച് അമ്മയിൽ നിന്ന് വേർപെടുത്തുന്ന ബന്ധം, അമ്മ വിടാൻ മനസ്സില്ലാതെ മുറിച്ച് മാറ്റുന്ന സ്നേഹബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന പുരോഹിതന്മാരോ സാധാരണക്കാരോ ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഭയ ആശങ്കകൾ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു പുരോഹിതന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അറിഞ്ഞ് മാതൃകയായി ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. ഞങ്ങളെ നിഷ്കളങ്കമായ മനസ്സ്, ഭക്തി, മറ്റുള്ള ആൾക്കാരെക്കുറിച്ചുള്ള വികാരം, ഇതൊക്കെ പ്രസംഗിക്കുന്ന പോലെ കൊണ്ടു നടക്കാൻ പുരോഹിതന്മാർക്ക് പോലും കഴിയുന്നുണ്ടോ എന്നുള്ള ആശങ്കയുണ്ട്. പക്ഷേ ഞാൻ കാണുന്നത് ഈ കാലഘട്ടത്തിലെ ഒരു വിവേകാനന്ദ സ്വാമിയായിട്ട്, അങ്ങനെ ചിന്തിക്കുന്ന, മനുഷ്യന് വേണ്ടി ചിന്തിക്കുന്ന, മനുഷ്യരുടെ മനസ്സിന് വേണ്ടി മോഹിക്കുന്ന, അവരുടെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വലിയ തിരുമേനി. തിരുമേനി, എനിക്ക് തിരുമേനിയോട് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ നമ്മുടെ ഹിന്ദുക്കൾ കലികാലം എന്ന് പറയും, ഈ കാലഘട്ടത്തിൽ പുരോഹിതന്മാരെങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സമീപനം, എല്ലാ മതത്തിൽപ്പെട്ട പുരോഹിതന്മാരും അവർ ചെയ്യേണ്ടതായ ഒരു കർത്തവ്യം എന്താണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പുരോഹിതന്മാർ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ജനങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കേണ്ടത്. രണ്ടാമതായിട്ട് ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സാധാരണക്കാരൻ അനുഭവിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയായിട്ട് ലഭിക്കാൻ തക്കവണ്ണം അങ്ങനെ അനുഗ്രഹിക്കും. മൂന്നാമതെനിക്ക് പറയാനുള്ളത്, പുരോഹിതന്മാർ ഒരു മാതൃകയായിരിക്കണം. അവരിൽ ഈശ്വരനെ അവർ കാണണം. കാരണം എല്ലാ ജനങ്ങളും പുരോഹിതന്മാരെ ദൈവത്തോട് ഏറ്റവും അടുത്തവരായിട്ടാണ് കരുതുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മനുഷ്യന് പകർന്നു കൊടുക്കുന്നവരും വിളമ്പിക്കൊടുക്കുന്നവരുമായി. അപ്പോൾ അതുകൊണ്ട് അത് കാണണം. അവരൊരു മാതൃകയായിരിക്കണം. അവരെ ഈശ്വരനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരായിരിക്കണം. ജനങ്ങൾക്ക്
ഈശ്വര സാന്നിധ്യം യഥാർത്ഥമാക്കുന്നവരും ആയിരിക്കണം. എന്നാൽ ഇതെല്ലാം പറഞ്ഞപ്പോൾ അവരെ അമ്പലത്തിൽ മാത്രമായിട്ടല്ല, അവർ ലോകത്തിൽ വസിക്കുന്നവരുമായിരിക്കണം. അതുകൊണ്ട് ആ അമ്പലത്തെ ലോകത്തിൽ കാണത്തക്കവണ്ണം അവരുടെ പ്രവർത്തനങ്ങൾ ലോകത്തിലേക്ക് കൂടെ വ്യാപരിക്കണം. ഇന്ന് നമ്മൾ ദൈവത്തെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പൂട്ടിയിടുകയാണ്. അതല്ല, നമ്മൾ ദൈവത്തെ അമ്പലത്തിൽ കണ്ട ദൈവത്തെ ലോകത്തിൽ കാണത്തക്കവണ്ണം മനുഷ്യർക്ക് വേണ്ട ഉപദേശങ്ങളും നേതൃത്വവും കൊടുക്കുന്നതായിട്ട് തീരണം. അതാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ളത് ഈ അമ്പലത്തിലും പള്ളിയിലും ജോലി ചെയ്യുന്ന ആളുകൾ അവരിൽ ഈശ്വരനെ എല്ലാവരും കാണാൻ സാധിക്കണം. രണ്ടാമത്, ലോകത്തിലുള്ള ഈശ്വര സാന്നിധ്യം ഇവരിൽ കൂടെ ലോകം കാണുന്നതിനായിട്ട് സാധിക്കണം. നമ്മുടെ ആവശ്യം ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഈശ്വരനെ നമ്മൾ കാണണം. അതിനാണ് അമ്പലം. അമ്പലത്തിൽ ഈശ്വര ചൈതന്യം കാണുമ്പോൾ ആ ചൈതന്യം നമുക്ക് ലോകത്തിലും കാണാം. പക്ഷെ അത് കാണണം. അതായത് ഒരു തന്ത്രി അമ്പലത്തിൽ ഉള്ള ഒരു വേഷവും വിധാനവും ആ പ്രവർത്തനവും കാണുമ്പോൾ ആ തന്ത്രിയിൽ ദൈവത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. ആ ഈശ്വരനെ, ആ ദൈവത്തെ ലോകത്തിൽ കാണുവാൻ നമ്മൾ സഹായിക്കണം. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഈശ്വര വിലാസമുള്ള സ്ഥലമാണ്. ധാരാളം മരങ്ങൾ, ചെടികൾ, ശാന്തത, ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവ് ശാന്തമായ ഉന്നതങ്ങളിലേക്ക് ഉയരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ നമ്മുടെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ തീരണം. ഇന്ന് പല പള്ളികളും വഴക്കുകളും വയ്യാവേലികളുമാണ് കൂടുന്നത്. അത് മാറിയിട്ട് സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ ദൈവ സാന്നിധ്യ കേന്ദ്രങ്ങൾ, മനുഷ്യബന്ധങ്ങൾ ആഴമാക്കണം. ഞാൻ പറയാതെ തന്നെ അറിയാം, നമ്മുടെ തിരുവല്ലായി എല്ലാ മതക്കാരും കൂടെ ഒരുമിച്ച് പല പെരുന്നാളുകൾക്ക് കൂടുന്നു. അതുകൊണ്ട് ഒരു ഹിന്ദു പെരുന്നാളും ഒരു മുസ്ലിം പെരുന്നാളും ഒരു ക്രിസ്ത്യൻ പെരുന്നാളും തിരുവല്ലക്കാരുടെ അനുഗ്രഹത്തിനാണ്, അല്ലാതെ ഹിന്ദുക്കളുടെ അനുഗ്രഹത്തിന്. ഇതാണ് വലിയൊരാശയം. ദൈവം മനുഷ്യനെ സ്നേഹിക്കും. അത് പല രീതിയിലാണ് ദൈവത്തെ നമ്മൾ അറിയുന്നത്. ആ രീതിയെല്ലാം എൻ്റെ രീതിയിൽ വേണമെന്ന് പറയരുത്. എൻ്റെ അപ്പനും എൻ്റെ അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നതും അമ്മയുടെ സ്നേഹം, അതിൻ്റെ അകത്തും അമ്മയുടെ ഒരു സ്നേഹം കാണുന്നു. ഒരിക്കൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഒരു വഴക്കുണ്ടായി. ജ്യേഷ്ഠൻ കൊണ്ട് അമ്മച്ചിയുടെ ഒരിക്കൽ കേസൊക്കെ കൊടുത്തു. എടാ, ഒരു വടി ഇങ്ങോട്ട് വെട്ടിക്കൊണ്ട് ഇവൻ നിന്നെ ചേട്ടനെ കയറി അടിച്ചു, അമ്മനെ പഠിപ്പിക്കണം. എൻ്റെ ചേട്ടൻ ചെന്നൊരു വടി വെട്ടിക്കൊണ്ട് അതിൻ്റെ അറ്റത്തൊരു പൊരുട് പോലൊരു സാധനം. ഞാൻ പറഞ്ഞു, അമ്മച്ചി കണ്ടോ അത്? അങ്ങനെ എന്നോട് പിണങ്ങി വെട്ടിക്കൊണ്ട് വന്നതിൻ്റെ അറ്റത്തുണ്ട്, അതിട്ട് എന്നെ അടിച്ചാൽ ഇവിടം പൊട്ടും. അമ്മച്ചിക്ക് ആ ദുഃഖം, എൻ്റെ എൻ്റെ തുട പൊട്ടിയാൽ എനിക്കത് ദുഃഖം, അമ്മച്ചിക്ക് ആ ദുഃഖം. അതുകൊണ്ട് അത് കണ്ടിച്ചടിക്കാം. മനസ്സിലാകുന്നു. അപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ ഹൃദയം അങ്ങ് പോയി. കേസല്ല, കാര്യം
എനിക്ക് അടി കൊള്ളുമ്പോൾ ദുഃഖം അമ്മയ്ക്കാണ്, എനിക്കല്ല കൂടുതൽ. അങ്ങനെ ആയിരുന്നു പണ്ടൊരു മാതാവും മകനും കൂടെ. ഇന്ന് അവൻ അമ്മയെ ഒട്ടും വകവെക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി കേട്ടു. അടി കഴിഞ്ഞപ്പോൾ നീ അങ്ങനെയാണോടാ, അവന് മുറിവ് വരുത്തക്കൊണ്ട് വടിയാണെന്നോ കൊണ്ടുവന്ന് വാദി പ്രതിയായി കേസങ്ങ് പോയി. ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട്, അതാണ്. അതുകൊണ്ടാണ് എൻ്റെ അമ്മയെ ഞാൻ അമ്മയായിട്ട് കരുതുന്നത്. ദേഷ്യമൊക്കെ അമ്മയ്ക്കുണ്ടെങ്കിലും അമ്മയുടെ ദേഷ്യം മകൻ്റെ നന്മയല്ലാതെ മകന് ദോഷം വരുന്ന ഒന്നും അമ്മ ചെയ്യുകയില്ല. അതുപോലെ നമുക്ക് ആയിത്തീരണം. നമ്മുടെ ഉദ്ദേശം ഇവൻ അനുഗ്രഹിക്കപ്പെടണം. ഒരു അമ്പലത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പള്ളിയിൽ വരുന്ന എല്ലാവർക്കും നമുക്ക് അവരോട് എന്തോ വിരോധമുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുകയില്ല, ദൈവമേ ഇവനെ നശിപ്പിക്കണമേ, ഇവനെ അനുഗ്രഹിക്കണമേ എന്നേ ഉള്ളൂ. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും ലഭിക്കുന്നതിന് ആ പുരോഹിതന്മാരും സഭകളും ജനങ്ങളും ഒരുമിച്ച് ആലോചിക്കുമ്പോൾ ലോകത്തിൽ ദൈവത്തെ നമുക്ക് കാണുന്നതിന് സാധിക്കും. അതിന് മതങ്ങൾ സംഘടിച്ച് പ്രവർത്തിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം, മനുഷ്യനെ രക്ഷിക്കണം. എല്ലാറ്റിലും അധികമായി സ്നേഹം നിലനിർത്തണം. സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയിലും നമ്മൾ ബന്ധപ്പെടും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഓരോ കാലഘട്ടത്തിൽ ജനിക്കുന്ന അത്ഭുതങ്ങളാണ് ഇവരെക്കൊണ്ടുള്ള ആൾക്കാർ എന്നാണ് എൻ്റെ വിശ്വാസം. പുരോഹിതന്മാരിൽ പോലും പല ചർച്ചകളോ പല മേഖലകളിലുള്ള വിഷയങ്ങളോ വരുമ്പോൾ ആദ്യം പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാത്ത ഒരുപാട് പേരെ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. പത്രമാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ ആദ്യം പറഞ്ഞിടത്തല്ല അവരുടെ നിൽപ്പ്. പക്ഷേ നേരെ മറിച്ച് ഈ 98 വയസ്സിലെ യൗവനം കാത്തു സൂക്ഷിക്കുന്ന മനസ്സിൻ്റെ ഉടമയായ തിരുമേനി ഇപ്പോഴും പറയേണ്ടത് മാത്രമേ പറയാറുള്ളൂ. ഞങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നാറുണ്ട്. മീറ്റിങ്ങുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ തിരുമേനി എങ്ങനെ ഇത്രയും കൃത്യമായി പറയാൻ കഴിയുന്നു, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പറയേണ്ടത് മാത്രം പറയുന്ന ഒരു വലിയ പുരോഹിതൻ. ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ വിട്ടു പോകേണ്ടവരാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകണമെങ്കിൽ ഈ ജീവിതത്തിൽ കാണുന്ന മാതൃകകൾ കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗിക്കാനല്ലാതെ കൃത്യമായ മാനസികാവസ്ഥയോടുകൂടി പരിശുദ്ധമായ ഹൃദയത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈശ്വരൻ്റെ അടുത്ത് ചെല്ലാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് എനിക്കെന്നും പ്രചോദനമായിട്ട് ഞാൻ കാണുന്ന, എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന വലിയ തിരുമേനിയാണ് വലിയ മെത്രാപ്പൊലീത്ത എന്ന് പറയാൻ എന്നെ പഠിപ്പിച്ച, ഞാൻ പഠിച്ച എൻ്റെ ശാസ്ത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും വലിയൊരു ഗുരുവായിട്ട് ഞാൻ തിരുമേനി കാണാൻ ആഗ്രഹിക്കുകയാണ്. The Christian faith, but you respect other faiths and you show the compassion, love to everyone. That's what India needs today. That's what I understand. Respect and love for your neighbor. Yes. He is endowed with many facilities and possibilities.